ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് പിക്ചർ ജേണി. ഈ ഒരു ബ്രഹ്മാണ്ടത്തിൻ്റെ പദ്ധതി എന്താണ് നിങ്ങളെക്കുറിച്ചുള്ളത് എന്ന് നോക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന ഇനി ഫലിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ആ ഒരു വാണി കൊണ്ട് പറയുന്നത്, വാ കൊണ്ട് പറയുന്നത് ഫലിക്കുന്നതായിട്ട്. ഇവിടെ ഒരു സമയം ഇങ്ങനെയാണ് നിങ്ങളുടെ വാ കൊണ്ട് എന്താണോ മറ്റുള്ളവർക്ക് വേണ്ടി പറയുന്നത് അത് പെട്ടെന്ന് ഫലിക്കുമെന്ന്. പക്ഷെ ആ കാര്യം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞാൽ ഫലിക്കത്തില്ല. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്താണോ പറയുന്നത് അത് ഫലിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വാണി, നിങ്ങളുടെ ആ ഒരു ശബ്ദം, അതിൻ്റെ സപ്പോർട്ടാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇത്രയും കാലം മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പറഞ്ഞത് ഫലിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് വേണ്ടിയാണ് അത് ഫലിക്കാൻ പോകുന്നത്. ഇവിടെ ചില സമയം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ദേഷ്യം വരുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആവും. ആ ഒരു സമയം നിങ്ങൾ പക്ഷേ നിങ്ങളുടെ ആ ഒരു ദേഷ്യം കൺട്രോൾ ചെയ്യണം. ശാന്തമായിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കണം. കാരണം നിങ്ങളുടെ ആ ഒരു വാണിയുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയുന്ന ആ വാക്ക് ഭയങ്കരമായിട്ട് മോശമായിട്ട് വരും നമുക്ക്. അതുകൊണ്ട് ആ സമയം നമ്മുടെ വാണി കൺട്രോൾ ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ വാണിയുടെ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇനി ദേഷ്യം വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവത്തില്ല. ചില ആൾക്കാരുണ്ട്, ചിലപ്പോൾ അമ്മയോട് അടുത്തായിരിക്കും ദേഷ്യം കാണിക്കുന്നത്. അമ്മമാർക്ക് വേദനിച്ചാൽ മക്കൾക്ക് കുഴപ്പമില്ല എന്നൊന്നുമില്ല. അമ്മമാരുടെ മനസ്സൊന്ന് വേദനിച്ചാലും മക്കൾക്ക് അതിൻ്റെ ആ ഒരു കർമ്മഫലം ലഭിക്കും. അതുകൊണ്ട് നമ്മൾ ദേഷ്യം വരുമ്പോൾ അമ്മയോടായാലും അച്ഛനോടായാലും ഭർത്താവിനോടായാലും കുട്ടികളോടായാലും അവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ വാക്കുകൾ പ്രയോഗിക്കാതിരിക്കുക. എപ്പോഴും ദേഷ്യം വരുമ്പോൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങൾ എവിടെയെങ്കിലും പോയി പ്രാർത്ഥനകൾ ചെയ്തിട്ട് വരും. ആ ഒരു പ്രാർത്ഥന ചെയ്തിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്തോ ആ ഒരു കാര്യം നടന്നത് പോലെ ഫീലാകും. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞിട്ട് വന്നതാണല്ലോ, ഭഗവാൻ അത് കേട്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. അങ്ങനെ നിങ്ങളുടെ ആ ഒരു ശബ്ദത്തിൻ്റെ ആ ഒരു സപ്പോർട്ട്, വാണിയുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഏതെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ എവിടെയെങ്കിലും പോയി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വരണതായിരിക്കാം. പക്ഷേ ആ വാണിയുടെ സപ്പോർട്ട് അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. ചില വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് തോന്നത്തില്ല, അവരുടെ ലൈഫ് എന്ത് സന്തോഷത്തിലാണ് പോകുന്നത്, അങ്ങനൊരു ലൈഫ് എനിക്കും കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് അങ്ങനെ നിങ്ങൾ പറയും. അപ്പോൾ അവരുടെ ആ ഒരു സന്തോഷം നിങ്ങളവിടെ ആകർഷിക്കുകയാണ്. അങ്ങനെയും സംഭവിക്കാം. ചിലപ്പോൾ ഏതെങ്കിലും വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇമേജ് കാണുമ്പോഴോ പുറത്ത് നിങ്ങൾ പോകുമ്പോൾ ആരുടെയെങ്കിലും കുടുംബം കാണുമ്പോഴോ നിങ്ങൾക്ക് തോന്നുമോ എന്ത് സന്തോഷമായിട്ടുള്ള ഫാമിലി, എനിക്കും അങ്ങനൊരു ഫാമിലി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമോ അങ്ങനെ നിങ്ങൾ പറയും. അപ്പോൾ അത് ആകർഷിക്കാനും സാധ്യതയുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ എന്താണോ നിങ്ങൾ നല്ലത് പറയുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആകർഷിക്കുന്നതായിട്ട് ശബ്ദത്തിൻ്റെ രൂപത്തിൽ. ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റേഷനിലൂടെ പറയുന്നതായിരിക്കത്തില്ല, ഡയറക്റ്റായിട്ട് നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ആ ഒരു ശബ്ദത്തിലൂടെ നിങ്ങൾ എന്താണോ പറയുന്നത് അതാണ് ഫലിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രകൃതി നിങ്ങളിലൂടെ നിങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ബ്രഹ്മാണ്ടം ആഗ്രഹിക്കുന്നത് നിങ്ങളിലൂടെ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കണമെന്നാണ്. നിങ്ങളെ മുന്നിൽ നിർത്തി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും സോൾവ് ആക്കാനാണ് ഈ ബ്രഹ്മാണ്ടം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ പറയുകയാണ്, പെട്ടെന്ന് ഒരു നിമിഷം എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി എൻ്റെ ലൈഫിൽ ഒരു തടസ്സവും ഒന്നും വരാതെ എൻ്റെ ലൈഫ് സ്മൂത്തായി മുന്നോട്ട് പോകണം. അങ്ങനെ നിങ്ങൾ ചുമ്മാ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു തോന്നൽ വരും, നിങ്ങൾ അത് വായിൽ കൂടെ അങ്ങ് പറയും. അങ്ങനെ പറയുമ്പോഴും അതും ഫലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ ലൈഫ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഇമേജ് ത്രൂവോ വീഡിയോ ത്രൂവോ നിങ്ങൾക്ക് തോന്നുകയാണ്, എനിക്കും ഇങ്ങനൊരു ലൈഫ് കിട്ടിയിരുന്നെങ്കിൽ എന്ത് മനോഹരമായിരുന്നു, എനിക്കും അതേപോലുള്ള ഹാപ്പി ലൈഫ്, സന്തോഷമുള്ള ജീവിതം നിങ്ങൾ പറയുന്നത് അത് ഫലിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും ധാർമ്മിക സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ച് വരണേയും കാട്ടിക്കുള്ളായിട്ട് സംഭാവന തോന്നുന്നത് നിങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നതാണ് കൂടുതലായിട്ട് ഫലിക്കാൻ പോകുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പറയുന്ന ആ വാക്ക് അത് ഫലിക്കുന്നതായിട്ട് അങ്ങനെയാണ് ഇവിടെ കാണാൻ ഞാനിപ്പോൾ ഈ വീഡിയോ പറഞ്ഞെന്നും പറഞ്ഞ് നിങ്ങൾ പറയാൻ പോകരുത്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആരുടെയെങ്കിലും ജീവിതം കാണുമ്പോഴോ വീഡിയോ കാണുമ്പോഴോ ഇമേജ് കാണുമ്പോഴോ മനസ്സിൽ നിന്ന് തോന്നും അങ്ങനെ.
അപ്പോഴാണ് പറയേണ്ടത്. അല്ലാതെ ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞ് നിങ്ങൾ പറയാൻ പോകരുത്. നമ്മളെപ്പോഴും പ്രേമഭാവത്തിൽ ഹൃദയം കൊണ്ട് എന്താണോ പറയുന്നത് അത് ചിലപ്പോൾ ഫലിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പൂജ ചെയ്ത് അല്ലെങ്കിൽ ദൂരെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടോ അങ്ങനെയൊന്നും ചിലപ്പോൾ ഫലിക്കാത്ത കാര്യം ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മൾ വെറുതെ ഒന്ന് പറയുമ്പോൾ അത് ഫലിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ ആ ഒരു ശക്തി എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ഊർജ്ജത്തെ നിങ്ങൾ എപ്പോഴും വിശ്വസിച്ചില്ല. കാരണം പണ്ടേ നിങ്ങളുടെ ഊർജ്ജം ഇങ്ങനെ എന്നാണ് നിങ്ങൾ വിശ്വസിച്ചത്. എൻ്റെ ഊർജ്ജം എനിക്ക് വർക്കാവത്തില്ല, മറ്റുള്ളവർക്ക് വർക്കാവുന്നു. അതായത് ഞാൻ എന്താണോ മറ്റുള്ളവർക്ക് വേണ്ടി പറയുന്നത് അത് വർക്കാവുന്നു. പക്ഷേ എൻ്റെ ലൈഫിൽ അത് കൊണ്ട് ഒരു പ്രയോജനമില്ല. അങ്ങനെ നിങ്ങൾ ഫിക്സഡ് ആയിട്ട് വിശ്വസിച്ച് കഴിഞ്ഞു. പക്ഷേ ഇനി നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജത്തെ തിരിച്ചറിയുന്നതാണ്. നിങ്ങളുടെ ഊർജ്ജം നിങ്ങൾക്കും വർക്കാവുന്നതാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഒരു വിജയം നിങ്ങളുടെ ശബ്ദത്തിൻ്റെ ആധാരത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നല്ലത് പറയാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ലായിരുന്നു. എത്ര ഞാൻ വീഡിയോയിൽ കൂടെ പറഞ്ഞാലും ചില ആൾക്കാർക്ക് ഇപ്പോഴും അവരെക്കുറിച്ച് നല്ലത് പറയാൻ അവരെക്കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങളുടെ ആ ഒരു ഊർജ്ജം നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇനിയെങ്കിലും നല്ലത് പറയാൻ തുടങ്ങുന്നത്. ഇവിടെ ഞാൻ പറയുന്നത് കേട്ടിട്ട് പല ആൾക്കാരും കണ്ണാടിയുടെ മുന്നിൽ പോയി ചെന്ന് അഫർമേഷൻസ് പറയും. പക്ഷേ അവരിങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നിൽക്കും, പക്ഷേ അവർക്ക് വായിൽ നിന്ന് വാക്കുകൾ വരത്തില്ല. അങ്ങനെ ഒരു സ്റ്റക്കായിട്ടുള്ള ഒരു എനർജി ഉണ്ടായിരുന്നു ചില ആൾക്കാർക്ക്. അതായത് എല്ലാവരോടും ഇങ്ങനെ സംഭവിക്കുന്നു ഞാൻ പറയുന്നില്ല, ചില ആൾക്കാരോട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില ആൾക്കാർക്ക് കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ കണ്ണുനീരാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ആ ഒരു കണ്ണുനീരിൽ നിന്ന് ഭഗവാന് മനസ്സിലായി നിങ്ങളുടെ ആഗ്രഹം എന്താണ്, നിങ്ങളുടെ വിഷമം എന്താണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇനി സ്ഥിതികൾ മാറാൻ പോവുകയാണ്. നിങ്ങൾ വേർഡ്സ് നല്ല രീതിയിൽ യൂസ് ചെയ്താൽ അത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ലാഭദായകമായി മാറും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നല്ല വാക്കുകൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറയുക. അപ്പോൾ കുറച്ച് നിങ്ങളുടെ ആ ഒരു സമയത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. കാരണം ഈ ഒരു സമയം നിങ്ങൾക്ക് ഫേവറായിട്ട് വർക്ക് ചെയ്യാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഊർജ്ജവും നിങ്ങൾക്ക് ഫേവർ ആവുന്നത്. ഈ ഒരു സമയം 100% നിങ്ങളുടെ ലൈഫ് ടേൺ ആകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇതുവരെ നിങ്ങൾ കാണാത്ത മനോഹരമായിട്ടുള്ള സമയം ഇനി നിങ്ങൾ കാണുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് എൻ്റെ സമയം ഇപ്പോൾ എൻ്റെ ഫേവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ ഇത് നിങ്ങളുടെ ഡിവൈൻ ടൈമിംഗ് ആണ് എന്ന്. ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ചിലപ്പോൾ നിങ്ങളോട് പറയുകയാണ് ഇനി അങ്ങോട്ട് എൻ്റെ നല്ല സമയമാണ് എന്ന്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ സത്യമായിട്ടും അതിനെ വിശ്വസിക്കുക. കാരണം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് ശരിയാണ്, ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് നല്ല സമയമാണ്. ഇവിടെ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ദുർഗാദേവി, സരസ്വതി, ഭദ്രകാളി ഈ 3 ദൈവങ്ങൾ ഉള്ള അമ്പലം ഉണ്ടെങ്കിൽ അവിടെ പോയി ദർശനം ചെയ്യുക. ദർശനം ചെയ്തിട്ട് നിങ്ങളുടെ വിഷമം എന്താണോ, നിങ്ങളുടെ മനസ്സിലെ പേടി എന്താണോ അത് ദൈവത്തിനോട് നിങ്ങൾ പറയുക. ഇവിടെ നമ്മുടെ നാട്ടിൽ അടുത്തിനി അങ്ങനെ ഒരു അമ്പലം ഇല്ല എങ്കിൽ അങ്ങനെ 3 ദൈവങ്ങളും ഉള്ള ഒരു പിക്ചർ ഉണ്ടാവത്തില്ലേ, മാ ബഗ്ലാമുഖി എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട്. ഇവിടെയല്ല, അത് വന്നിട്ട് നോർത്തിലാണ് ആ ഒരു അമ്പലം. ആ ബഗ്ലാമുഖി അമ്മയുടെ ആ ഒരു ഫോട്ടോ നമുക്ക് പറ്റുമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ വൈകിട്ട് നാമം ജപിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ബുദ്ധിമുട്ട് എന്താണോ അമ്മയോട് പറയുക. മാ ബഗ്ലാമുഖി എന്നാണ് അമ്മയുടെ പേര്. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഇതാണ് അമ്മയുടെ ഫോട്ടോ, മാ ബഗ്ലാമുഖിയുടെ ഫോട്ടോ. ഈ അമ്മയോട് നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണോ അത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഉറപ്പായിട്ടും അതിൽ ഒരു മാറ്റം ഉണ്ടാകും. കാരണം ഈ അമ്മയുടെ ആ ഒരു വീഡിയോസും അമ്മയുടെ ഫോട്ടോയും അടിക്കടി എൻ്റെ മൊബൈലിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് എന്തോ നിങ്ങളോട് പറയാനുണ്ട് എന്നെനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ആ ഫോട്ടോ വച്ചിട്ട് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണ്, മറ്റൊരാളോട് പറയാൻ പറ്റാത്ത നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ ആരോഗ്യം റിലേറ്റഡ് ആയിട്ടോ അവരുടെ ആയുസ് റിലേറ്റഡ് ആയിട്ടോ നിങ്ങളുടെ എന്താണോ ബുദ്ധിമുട്ട് അത് അമ്മയോട് പറയുക. പറഞ്ഞിട്ട് നിങ്ങൾ വൈകിട്ട് നാമം ജപിക്കുന്ന സമയമില്ല, അപ്പോഴേ അമ്മയെ ദർശിക്കുക. ആ സമയം ദർശിച്ചിട്ട് നിങ്ങളുടെ ബുദ്ധിമുട്ട് പറയുക. ഇവിടെ നിങ്ങളുടെ ആ ഒരു മനസ്സ് ഭയങ്കരമായിട്ട് വേദനിക്കുകയാണ്. ശാന്തി ഇല്ല, അശാന്തിയാണ് നിങ്ങളുടെ മനസ്സിൽ ഉള്ളത്. അതായത് ഗഹനമായിട്ടുള്ള ആ ഒരു ചിന്തയിലാണ് നിങ്ങൾ എപ്പോഴും. കാരണം നിങ്ങളുടെ ലൈഫിൽ ആ ഒരു മിറാക്കിൾ സംഭവിച്ചാൽ നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആകും. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എൻ്റെ ലൈഫിൽ ആ ഒരു മിറാക്കിൾ സംഭവിക്കണേ എന്ന്.
ഇവിടെ മിറാക്കിൾ സംഭവിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന മനസ്സാണ് നിങ്ങളുടേത്. പക്ഷേ മിറാക്കിൾ സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ റീഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൈരേഖകളായിട്ട് അറിയണം. നിങ്ങളുടെ കയ്യിലെ രേഖകൾക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ, എൻ്റെ കൈരേഖയിൽ എൻ്റെ ഭാഗ്യം ഒളിഞ്ഞിരിപ്പുണ്ടോ, അതൊക്കെ അറിയാൻ വേണ്ടി ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക്. അല്ലെങ്കിൽ ഇതിലേക്ക് നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ കൂടുതലായിട്ട് പോവുക. അതായത് എനിക്ക് എൻ്റെ കൈരേഖയെക്കുറിച്ച് അറിയണം, എന്താണ് എനിക്ക് അതിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം അറിയണം. അങ്ങനെ ശ്രദ്ധ നിങ്ങൾ കൂടുതലായിട്ട് കൊണ്ടുപോയി അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, വീഡിയോ കാണുന്നു. ഇല്ല എങ്കിൽ ഈ രീതിയിലുള്ള വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വരുന്നുണ്ടായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സ്മൂത്ത്നെസ്സാണ് ആഗ്രഹിക്കുന്നത്. ശത്രുക്കൾ നിങ്ങളെ ഇനി വേദനിപ്പിക്കാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല, ഇതൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. സമയം പോകുന്ന അനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ സ്മൂത്ത്നെസ് വരണം, ഇതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് വരാൻ പോകുകയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി സമയം അങ്ങനെ ഉണ്ടാവാൻ പോകുകയാണ്. അവർ ആഗ്രഹിച്ചാൽ പോലും, അതായത് ശത്രുക്കളായിട്ടുള്ള ആൾക്കാർ ആഗ്രഹിച്ചാൽ പോലും നിങ്ങളുടെ ലൈഫിൽ ഒന്നും ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കത്തില്ല. കാരണം നിങ്ങളുടെ ലൈഫിൽ പോസിറ്റിവിറ്റി അത്രമാത്രം ഉണ്ടാവാൻ പോവുകയാണ്. അപ്പോൾ നെഗറ്റിവിറ്റിക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. നെഗറ്റിവിറ്റി താനെ തന്നെ ഇല്ലാതായി പോകും. ഇനി നിങ്ങളുടെ ശത്രുക്കൾ അവരുടെ ലൈഫിൽ ബിസി ആയിട്ടിരിക്കും. നിങ്ങളുടെ ആ ഒരു ലൈഫിൽ എന്താണ് നടക്കുന്നത് നോക്കാൻ അവർക്ക് സമയം ഉണ്ടാവത്തില്ല. ഇനി നിങ്ങളുടെ ശത്രുക്കൾക്ക് ബൗണ്ടറി സെറ്റാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ആ ഒരു ബൗണ്ടറി പൊട്ടിച്ച് അവർക്ക് നിങ്ങളെ വന്ന് ശല്യം ചെയ്യാൻ സാധിക്കത്തില്ല. ആ രീതിയിൽ ഒരു ബൗണ്ടറി അവരുടെ ലൈഫിൽ സെറ്റാക്കും ഈശ്വരൻ. ഇനി നിങ്ങളെ ലക്കിയായിട്ട്, സൗഭാഗ്യശാലിയായിട്ട് കാണുന്നതാണ്. കാരണം ശത്രുക്കളുടെ ആ ഒരു ആക്രമണം ഇല്ല, ലൈഫ് സ്മൂത്തായി പോകും. നിങ്ങളുടെ ആ ഒരു വാണിയുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നടക്കും. അപ്പോൾ ഇതൊരിക്കലും സ്വപ്നമായിരിക്കത്തില്ല, ഇത് യാഥാർത്ഥ്യമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. ഇവിടെ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ കൈരേഖകൾ കണ്ടിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്താണ് നടക്കാൻ പോകുന്നത് നോക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്ത് കാര്യവും പഠിക്കാൻ വേണ്ടി ഒരു ജിജ്ഞാസ ഉണ്ടാവത്തില്ല. അതേപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കും ഒരു ജിജ്ഞാസ ഉണ്ടാകും. നിങ്ങളുടെ ലൈഫിലെ ഫ്യൂച്ചറിനെ കുറിച്ച് അറിയാൻ, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആക്കാൻ എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെ നിങ്ങൾക്കൊരു ജിജ്ഞാസ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത്. നിങ്ങളുടെ കൈക്കകം നോക്കുമ്പോൾ ഒരു പിങ്കിഷ് ആയിട്ടുള്ള നിറം ഉണ്ടാകും. നിങ്ങളുടെ കൈ നല്ല ഷൈനിങ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. സോഫ്റ്റ് ആയിട്ടിരിക്കും നിങ്ങളുടെ കൈ, നല്ല വൃത്തിയുള്ള രീതിയിൽ നിങ്ങളുടെ കൈ ഇരിക്കും. പിങ്കിഷ് ആയിട്ടുള്ള ഷൈൻ നിങ്ങളുടെ കയ്യിൽ അകത്ത് ഉണ്ടാകും. ഇതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഒരു വ്യക്തിയുടെ കൈ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ ആ ഒരു സ്ട്രഗിൾ എന്തുമാത്രമാണ് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചത് എന്ന്. പിന്നെ നിങ്ങളുടെ ആ ഒരു രേഖകൾ, അതായത് കുറേ രേഖകൾ നിങ്ങളുടെ കൈക്കകത്ത് ഉണ്ടായിരുന്നെങ്കിൽ അതിൽ ഒരു കുറവ് ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ കുറവ് മാത്രമാണ് രേഖകൾ ഉള്ളത്. മുന്നേക്ക് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കൈ നിറച്ച് വരകളായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിലൊരു മാറ്റമുണ്ട്. കാരണം നമ്മൾ ഓരോ കർമ്മം റിലീസാക്കുമ്പോൾ ഓരോ വരയും മാഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ആ ഒരു കർമ്മം ഹീലാവുമ്പോൾ നമ്മുടെ കൈക്കകത്തുള്ള ഒരു വര മാഞ്ഞു പോകും. ബാക്കി വരകൾ കാണുന്നത് ഇനിയും നമുക്ക് ചെയ്യാനുള്ള ആ ഒരു ഹീൽ ചെയ്യാനുള്ള കർമ്മത്തിൻ്റെ വരകളാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ 2 കൈയിലായിട്ട് കാണുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഈ ഒരു തിളക്കവും പിങ്കിഷ് ഷൈനും ഉണ്ടാവാൻ കാരണം നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നതാണ്. ഇനി നിങ്ങളുടെ ആ ഒരു സംഘർഷങ്ങൾ കുറഞ്ഞ് നിങ്ങളുടെ ആ ഒരു കർമ്മത്തിൻ്റെ ബലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഗ്രഹനില ആരെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിലോ, നിങ്ങൾ ടാരോ റീഡിങ് ചെയ്തിട്ടുണ്ടെങ്കിലോ ആരുടെയെങ്കിലും കൂടെ, ഇല്ല എങ്കിൽ നിങ്ങളുടെ കൈ ആർക്കെങ്കിലും കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലോ എന്തായിക്കൊള്ളട്ടെ, അവർ നിങ്ങളുടെ ആ ഒരു ഭാഗ്യം റിലേറ്റഡ് ആയിട്ട് നല്ല കാര്യമാണ് പറഞ്ഞത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഫസ്റ്റത്തെ ഒരു ലാഭം എന്ന് പറയുന്നത് ഏതെങ്കിലും ഗ്രഹത്തിൻ്റെ ആ ഒരു സ്ഥിതി നിങ്ങൾക്ക് ദോഷമായിട്ട് ഉണ്ടായിരുന്നിട്ടുണ്ട് എങ്കിൽ ഇനി അങ്ങോട്ട് ആ ഗ്രഹത്തിൻ്റെ ദോഷം നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രഹത്തിൻ്റെ ആ ഒരു സപ്പോർട്ടും ലഭിക്കുന്നതാണ്. അതായത് ഒരു വ്യക്തി ഓരോ ഉപായം ചെയ്ത് തളർന്നു പോകുന്നു. ഇത് ചെയ്തോക്ക, അത് ചെയ്തോക്ക, അങ്ങനെയെങ്കിൽ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായാലോ, അങ്ങനെ നിങ്ങൾ പല ഉപായവും ചെയ്ത് തളർന്നു പോയി. ഇനി എനിക്ക് വയ്യ എന്നുള്ള ഒരു അവസ്ഥയിൽ വന്നപ്പോഴാണ് ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്.
ഇവിടെ മുന്നേക്ക് ആരെങ്കിലും എന്തെങ്കിലും ഉപായം പറഞ്ഞാൽ നിങ്ങളത് ചെയ്യുമായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് അതിൽ നിന്ന് മാറിയിട്ടുണ്ട്. അത് കാരണം ദൈവം നിങ്ങളെ അതിൽ നിന്ന് മാറ്റുന്നതാണ്. കാരണം നിങ്ങൾ ഇനി ഒരു ഉപായവും ചെയ്യേണ്ട, നിങ്ങളുടെ സമയം നിങ്ങൾക്ക് ഫേവറായിട്ട് മാറാൻ പോകുകയാണ് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം മാറുമ്പോൾ നിങ്ങൾക്ക് ഒരേ കാര്യങ്ങൾ പല പല സ്ഥലങ്ങളിലായിട്ട് കാണാൻ സാധിക്കും. അതായത് ഒരു സൈൻ തന്നെ നിങ്ങൾക്ക് പല പല സ്ഥലങ്ങളിലായിട്ട് കാണും. നിങ്ങളിപ്പോൾ ഒരു സൈൻ ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ കണ്ടു, അത് തന്നെ വേറൊരു സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങളത് സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങളോട് ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് എന്തോ ഉണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഒരേ സൈൻ തന്നെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണിച്ചു തരുന്നത്. ഇവിടെ ഈ ഒരു സമയം നിങ്ങൾക്ക് 444 ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ, ഫിനാൻഷ്യലി ഗ്രോത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ലഭിക്കുമെന്ന്. അതായത് നമ്മൾ ഒരു 2 വഴി ഉണ്ടെങ്കിൽ ഒരു വഴി പടിയായിരിക്കും, ഒരു വഴി ലിഫ്റ്റായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ലിഫ്റ്റാണ് ലഭിക്കാൻ പോകുന്നത്. ഇത്രയ്ക്ക് സൗഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ബ്രഹ്മാണ്ടത്തിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സന്ദേശം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം. ഇവിടെ നിങ്ങൾ അവെയറായിട്ടിരിക്കാനാണ് ഈശ്വരൻ പറയുന്നത്. എപ്പോൾ വേണമെങ്കിലും ബ്രഹ്മാണ്ടത്തിൻ്റെ ഒരു സന്ദേശം നിങ്ങൾക്ക് ലഭിക്കാം. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഡ്രീമിലൂടെ ആയിരിക്കാം ദൈവം പല സൈനും തരുന്നത്. അതായത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ലൈഫിൽ ഇനി അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഡ്രീം, ചില ആൾക്കാർക്ക് സൈൻ, ഇതൊക്കെയാണ് തരാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലെ സ്ഥിതി എന്താണോ അത് റിലേറ്റഡ് ആയിട്ടുള്ള സ്വപ്നമായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ സാധിക്കും. ഈ ഒരു സ്വപ്നം നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവുന്നതാണ്. ഫസ്റ്റ് ശത്രുക്കളുടെ ബാധാദോഷം നിങ്ങൾക്ക് മാറുന്നതാണ്. ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളെ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്ന ഒരു ശത്രു, അവരുടെ ആ ഒരു പേര് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരികയാണ്. അവരുടെ ആ ഒരു പേര് നിങ്ങൾക്ക് ഒട്ടും തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്നും മാറ്റാൻ സാധിക്കുന്നില്ല. ചുമ്മാ അവരുടെ ആ ഒരു ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ അവർ റിലേറ്റഡ് ആയിട്ടുള്ള സ്വപ്നമായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. എന്തായാലും ഈ 3 കാര്യങ്ങളും റിലേറ്റഡ് ആയിട്ട് സൂചിപ്പിക്കുന്ന നിങ്ങളുടെ ആ ഒരു ശത്രു നിങ്ങളുടെ ലൈഫിൽ നിന്നും പോവാൻ പോവുകയാണ് എന്നാണ്. അതായത് അവരെ കൊണ്ടുള്ള ദോഷം ഇനി നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. ഇവിടെ ഇല്ല എങ്കിൽ ഈ ശത്രു റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കൂടെ ന്യായം സംഭവിച്ചു എന്ന്. ഇവിടെ നിങ്ങളുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു ചിന്ത നിങ്ങൾക്കുണ്ട്. ആ ഒരു ചിന്ത നിങ്ങൾ മറ്റൊരാളോടും പറയുന്നില്ല. അതായത് എൻ്റെ മനസ്സിൽ എന്ത് കാര്യം റിലേറ്റഡ് ആയിട്ടാണ് ചിന്തയുള്ളതെന്ന് നിങ്ങൾ ആരോടും പറയുന്നില്ല, മറച്ചു വയ്ക്കുകയാണ്. അപ്പോൾ എന്ത് കാര്യം റിലേറ്റഡ് ആണോ നിങ്ങൾ ഭയങ്കരമായിട്ട് ആരോടും പറയാതെ ഇങ്ങനെ വിഷമിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആ കാര്യം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്കൊരു സ്വപ്നം കാണാൻ സാധിക്കും. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരു കാര്യം റിലേറ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ട എന്നുള്ള തോന്നൽ ഉറപ്പിക്കും നിങ്ങൾ മനസ്സിൽ. എന്തായാലും നിങ്ങൾ എന്ത് സ്വപ്നമാണോ കാണുന്നത് ആ സ്വപ്നം നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവും, മറന്നു പോകത്തില്ല. ഇവിടെ ദൈവം ഇല്ല എന്ന് വിചാരിക്കുന്നവർ പോലും ഈ ഒരു സമയം സ്പിരിച്വലാകും. കാരണം അത്രമാത്രം സ്പിരിച്വലായിട്ടുള്ള ഒരു ടൈമാണ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമെന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിയുടെ പേരിങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു, ആ വ്യക്തി റിലേറ്റഡ് ആയിട്ട് സ്വപ്നം കാണുന്നു. 2-3 ദിവസം കഴിയുമ്പോൾ ആ വ്യക്തി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ന്യൂസ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ വിശ്വസിച്ച് പോകും ആ ദൈവമുണ്ട് എന്ന്. ഇവിടെ മുന്നേ നിങ്ങളുടെ വേർഡ്സ് നിങ്ങൾക്ക് വർക്കാവത്തില്ല, പക്ഷേ ഇനി നിങ്ങളുടെ ആ ഒരു വേർഡ്സ് നിങ്ങൾക്ക് വർക്കാകും. നിങ്ങളുടെ ശക്തി എന്താണെന്ന് അപ്പോൾ നിങ്ങൾ തിരിച്ചറിയും. അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങളെ മാറ്റുവാൻ വേണ്ടി സംഭവിക്കാൻ പോവുകയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇത്രമാത്രം പ്രശ്നങ്ങളായിരുന്നു നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നത്. ആ പ്രശ്നങ്ങളെല്ലാം ദൈവം ഒരു നിമിഷം കൊണ്ട് മാറ്റിയതായിട്ട് നിങ്ങൾക്ക് തോന്നും. ആ രീതിയിൽ പല പ്രശ്നങ്ങളും നിങ്ങളുടെ മാർഗത്തിൽ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും ബ്രഹ്മാണ്ടം മാറ്റുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഞാൻ പറയുന്നത്, ഡിവൈൻ ടൈം വരുമ്പോൾ എല്ലാം തനിയെ മാറും എന്ന്. അതായത് പ്രശ്നങ്ങളെല്ലാം തനിയെ മാറും. ഇതുകൂടാതെ ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കാൻ വരുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ഒരു പനിഷ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യും ഈശ്വരൻ. ഇനി ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ നോക്കാൻ പാടില്ല അവർ മോശം ദൃഷ്ടി വെച്ച്. അത് ആ രീതിയിൽ പനിഷ്മെൻ്റ് ആയിരിക്കും അവർക്ക് കൊടുക്കുന്നത്. ഈ ഒരു ഗോൾഡൻ ടൈമിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ ബ്ലോക്കേജസും റിലീസായി പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. തന്ത്രവിദ്യ കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടിയവരാണ് എങ്കിൽ തന്ത്രവിദ്യ കൊണ്ടുള്ള പ്രശ്നം നിങ്ങൾക്ക് ഒരു അവസാനം ലഭിക്കുന്ന
അവസാനിക്കുന്നതാണ്. ശത്രുബാധ കൊണ്ട് ബുദ്ധിമുട്ടിയവരാണ് നിങ്ങൾ. ശത്രുബാധ ദോഷം അവസാനിക്കുന്നതാണ്. അപ്പോൾ ബ്രഹ്മാണ്ഡം ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഫേവറായിട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ലൈഫിൽ പ്രശ്നം ഉണ്ടാക്കുന്ന 2 ബാധാദോഷം ഉണ്ടെങ്കിൽ ഒന്ന് ശത്രുബാധയും ഒന്ന് മന്ത്രവിദ്യകൾ കൊണ്ട് ഉള്ള ബാധാദോഷമാണ്. അത് രണ്ടും പോയാൽ ലൈഫ് ഒന്ന് സ്മൂത്ത് ആവുന്നതാണ്. ഇവിടെ ഇനി നിങ്ങളുടെ വീട്ടിൽ നല്ല ഒരു ബന്ധങ്ങളിൽ നല്ല ഒരു ഇത് ഉണ്ടാവും. അതായത് ചില കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കും ഇതിലൊരു റിക്കവറി ഉണ്ടാവത്തേ ഇല്ലയെന്ന്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും റിക്കവറി ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ കുടുംബത്തിൽ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആ ഒരു കുടുംബത്തിൻ്റെ സാഹചര്യം നല്ലതായി മാറി തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ശത്രുബാധ, തന്ത്രവിദ്യ ബാധാദോഷം മാറി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൽ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിന് പുറത്തുള്ള വ്യക്തിയായിരിക്കാം. അവരുമായിട്ട് നല്ല ഒരു ബന്ധമായിരുന്നു ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടായത്. പക്ഷേ പെട്ടെന്ന് നിങ്ങൾക്കിടയിൽ വഴക്കുണ്ടായി, പിണങ്ങി. പക്ഷേ വീണ്ടും ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് 2 പേർക്കുമുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആ ബന്ധം വീണ്ടും നിങ്ങൾ തമ്മിൽ ഒന്നാവുന്നതായിട്ട്, നല്ല രീതിയിൽ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ആ ഒരു ലൈഫിലെ പല പല പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ആ ഒരു ഗോൾഡൻ ടൈമാണ് ഇത്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ പിണങ്ങിയിട്ട് 5 10 വർഷമായി കാണും. പക്ഷേ എന്നാലും നിങ്ങൾ തമ്മിൽ സംസാരം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഡിവൈൻ ടൈം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട്, ഗോൾഡൻ ടൈം എന്തായിക്കൊള്ളട്ടെ, നിങ്ങൾക്കൊരു സന്തോഷം ലഭിക്കണമെന്ന് ഉണ്ടെങ്കിൽ ആരെതിർത്താലും ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അത്രമാത്രം നിങ്ങൾ വിശ്വസിക്കുക. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ വഴികൾ തുറക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയാതെ തന്നെ പല സന്തോഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു വ്യക്തിക്ക് ഒന്നും പറയാതെ തന്നെ ദൈവം കൊടുക്കുമ്പോൾ അതിൽ പരം സന്തോഷം വേറെ ഒന്നും കാണത്തില്ല അവർക്ക്. അവർ ദിവസം മുഴുവനും ദൈവത്തിനോട് നന്ദി പറയും. കാരണം അവർ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സന്തോഷം ലഭിക്കുമെന്ന്. അങ്ങനെ പറയാത്ത പല സന്തോഷങ്ങളും, ദൈവത്തിനോട് പറയാത്ത പല സന്തോഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നെഗറ്റീവായിട്ടുള്ള ഒരു ആൾക്കാരും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവത്തില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സ്വയം റിലീസായി പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ മനസ്സിൽ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളുണ്ടാവും. ടാരോ റീഡിങ്ങിനെ കുറിച്ചുള്ളതായിട്ട് അറിയണം. ടാരോ റീഡിങ് എങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രഹനില വെച്ച് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ഫ്യൂച്ചർ മനസ്സിലാക്കാൻ പറ്റുന്നത്, അങ്ങനെ പല പല കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കണമെന്നുള്ള അങ്ങനെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഉറപ്പായിട്ടും ഒരു വ്യക്തിക്ക് ക്യൂരിയോസിറ്റി വേണം. കാരണം അങ്ങനെയുള്ളവരെ ലൈഫിൽ മുന്നോട്ട് പോവുകയുള്ളൂ. പല പല പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. ഇവിടെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണം എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകും. അതായത് എൻ്റെ ഫ്യൂച്ചർ എനിക്ക് എന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയ മറ്റൊരാളടുത്ത് സഹായം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക്. ഇവിടെ നമ്പേഴ്സിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. നിങ്ങൾ എന്തൊക്കെയോ ഉള്ളിൽ പല കാര്യങ്ങൾ അറിയണമെന്നുള്ള ഭാവം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു ഭാവം നല്ലതാണ്. നിങ്ങൾ തന്നെ അത് എന്താണെന്ന് അറിയാൻ ശ്രമിക്കുക. ഇനി നിങ്ങളുടെ സ്കിൻ റിലേറ്റഡായിട്ട് കൂടുതലായിട്ട് ശ്രദ്ധ വയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ ബ്യൂട്ടി റിലേറ്റഡായിട്ട് നിങ്ങൾക്കുള്ള ശ്രദ്ധ വയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ സ്കിൻ റിലേറ്റഡായിട്ട് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാവുന്നതായിട്ട്, വയറ് റിലേറ്റഡായിട്ട് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അതും നേരെയാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് വയറിൻ്റെ ആ ഒരു ദഹന പ്രക്രിയ നല്ലതായിട്ടല്ല പോകുന്നത്. നിങ്ങളുടെ ആഹാരം കഴിക്കുന്നുണ്ട്, പക്ഷേ അത് വയറ്റിൽ ദഹനം നല്ലതായിട്ട് നടക്കുന്നില്ല. അങ്ങനെ പ്രശ്നമുണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ചില സമയം വയറ് വേദന അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു. അപ്പോൾ വയറ് റിലേറ്റഡായിട്ട് എന്ത് പ്രശ്നമാണോ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് അത് നേരെയാവാൻ പോവുകയാണ്. കുറച്ച് ആഹാരം കഴിച്ചാൽ തന്നെ വയറ് ഭയങ്കരമായിട്ട് നിറഞ്ഞതുപോലത്തെ ഫീലിങ്, അത് കാരണം ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നുക, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. എന്തായാലും അതിനുള്ള പരിഹാരമായിട്ട് നിങ്ങളുടെ ആ ഒരു വയറ് റിലേറ്റഡുള്ള പ്രശ്നം മാറാൻ പോവുകയാണ്. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക. നിങ്ങൾ നല്ല ഒരു സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.